നമ്മൾ പാസ്ത മേടിച്ചിട്ടുണ്ട്, റൈസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ ഇതാണ് എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫിൽ ആവശ്യം വന്നൊരു സാധനം. അത് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട തുറക്കാം, നാളെ തുടങ്ങാം. നമുക്കല്ല ഈഗിളിന് വിളിച്ചാലായി. മച്ചന്മാരെ, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സംരംഭമായിട്ടാണ് നയിക്കുന്നത്, സൂപ്പർ മാർക്കറ്റ്. എൻ്റെ പൊന്നു, നമ്മുടെ കോൺസ്റ്റബിൾ ജോബ്സും പിന്നെ ക്ലീനിങ് ജോബും വേണ്ടി പുതിയ സംരംഭമാണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ UK-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പരിപാടി കഴിഞ്ഞ് ഇനി വേണം നമുക്ക് ഇതൊന്ന് തുടങ്ങാൻ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്കതിന് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് നമുക്ക് പിന്നെ ഇതിൻ്റെ വരുമാനം കാര്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് വലിയ വലിയ രീതിയിലൊക്കെ തുടങ്ങാം. ഫസ്റ്റ് നമുക്കൊരു ചെക്കൗട്ട് ആദ്യം ചെയ്യണം. ഇതാണ് മെയിൻ സംഭവം, കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് പറഞ്ഞ് നമ്മൾ ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു ഷെൽഫ് വേണ്ടേ, സാധനങ്ങളൊക്കെ വെക്കാനൊരു ഷെൽഫ് വേണ്ടേ. ഓക്കെ, നമ്മൾ 3 ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോറേജ് വെക്കണം, കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്യണ്ട നമുക്ക്. ഇനി നമുക്ക് ഇത് മേടിക്കണ്ടേ, പ്രൊഡക്ട്സ് മേടിക്കണ്ടേ. ഓക്കെ, പ്രൊഡക്ട്സ് മേടിക്കാം. നമുക്ക് ബേസിക് പ്രൊഡക്ട്സ് ആദ്യം മേടിക്കാം. ഓക്കെ, എല്ലാം ഒരു 30 സാധനം മേടിച്ചിട്ട് നമ്മൾ പാസ്ത മേടിച്ചിട്ടുണ്ട്, റൈസ് മേടിച്ചിട്ടുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിൽ, ഉപ്പ്, പഞ്ചസാര, പിന്നെ സീരിയൽസ്, ഹണി സീരിയൽസ് മേടിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇന്നത്തേക്ക്. ഇത്ര മതി. ഓക്കെ, ഇത്ര മേടിച്ച് ഓക്കെ, ഇതെല്ലാം ഓർഡർ വന്നിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യം പാസ്തയാണ്. പാസ്ത ആൾക്കാർ കുറവാണ് നോക്കുന്നത്, അല്ല നോക്കും. നമുക്ക് പാസ്ത അടിയിൽ വയ്ക്കാം. അങ്ങനെയാണ് ആൾക്ക് നമ്മൾ ഏറ്റവും ആവശ്യമുള്ളതൊക്കെ ആദ്യം വെക്കണം എന്നാണല്ലോ. ഇനി നമുക്ക് റൈസ്, ഇതാണ് എല്ലാവർക്കും ഡേ ടു ഡേ ലൈഫിൽ ആവശ്യം വന്നൊരു സാധനം. അത് മേളിൽ തന്നെ വെക്കാം നമുക്ക്. ഇനി ഹണി സീരിയൽസ്, അത് നമുക്ക് അറ്റത്ത് വെക്കിയത് അധികം ആൾക്കാരെ മേടിച്ചില്ല, യങ്സ്റ്റേഴ്സ് കൂടി മേടിക്കത്തുള്ളൂ. നമ്മൾ അതൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം, ഇതെല്ലാവരും മേടിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് ഈ നടുക്കത്തെ ഷെൽഫ് മൊത്തത്തിൽ ഒരു വാട്ടർ എല്ലാം ഒരു ലിക്വിഡ് ബേസിന് വേണ്ടി നമുക്ക് വെക്കാം. അതിന് കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ സാൾട്ടാണ്. സാൾട്ട് കുറച്ച് അത്യാവശ്യമുള്ള കാര്യമാണ് ഇവിടെ മേടിക്കുന്നത്. സാൾട്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് കൊടുക്കാൻ കുറച്ച് സാൾട്ട് വെച്ചിട്ടുണ്ട്. കാര്യം റൈസിലൂടെ യൂസ് ചെയ്യാം. പിന്നെ അതൊക്കെ നേരെ അടിയിലേക്കും. ഓക്കെ, ഇനി നമുക്ക് ഷുഗർ. സാൾട്ട് ഉണ്ടാവുമ്പോൾ തന്നെ ഷുഗർ കൂടെ ആണല്ലോ. ഷുഗർ കൂടെ ലിക്വിഡാണ് വെക്കേണ്ടത്. നമ്മൾ ഷുഗർ വെച്ചോളൂ. ഓക്കെ, ഞാൻ പ്രൊഡക്റ്റ് തീർത്തു പോയി കഴിഞ്ഞാലേ മേടിച്ചേക്കാം. നമുക്ക് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കാം. എങ്ങാനും നമുക്ക് തീർന്നു പോയാലോ. എപ്പോഴാണ് എങ്ങനെയൊന്നും കാണുന്നില്ല. ഐശ്വര്യം കൊണ്ട് നമുക്ക് അടിപൊളി കസ്റ്റമേഴ്സ് തന്നെ പറഞ്ഞാൽ ഏത് നമുക്ക് എന്തായാലും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കട തുറക്കാം. അപ്പം ഇന്നാണ് നമ്മുടെ കടയുടെ ഇനാഗ്രേഷൻ. നമ്മൾ മമ്മൂട്ടിനെയൊക്കെ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ വേണ്ട, നമുക്ക് തന്നെ തുടങ്ങാം. എന്ത് പുള്ളിയൊക്കെ തിരക്കല്ലേ, നമുക്ക് തന്നെ നമ്മുടെ പരിപാടി നാളെ തുടങ്ങാം. നമുക്കല്ല ഈഗിളിന് വിളിച്ചാലായി. ഈഗിൾ വന്നിട്ട് ഉദ്ഘാടനം ചെയ്ത് തുടങ്ങാം. അപ്പോൾ കടയുടെ പേര് ഈഗോയ ബീസ്റ്റ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെ. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് സ്റ്റോറേജ് വെച്ച് നമ്മൾ വെച്ച് നമ്മൾ തുടയ്ക്കാമല്ലോ വേണമെങ്കിൽ. വേണം അടച്ച എന്തിനപ്പോൾ തുടച്ചിട്ട്, ഓൾറെഡി നല്ല ക്ലീൻ ആണ്. ഇതാണ് നമ്മുടെ ക്യാറ്റ്. ഇതിനൊരു പേര് വെക്കണ്ടേ? എന്താ പേര് വെക്കുക? ടിൻറ്റു എന്ന് വെച്ചല്ലോ. ടിൻറ്റു മണി. അയ്യോടാ ചേച്ചി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ്ടേ, പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ. അല്ലെങ്കിൽ ഞാനിവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു.
കമാൺ ഗൈസ്. ആരായിരിക്കും നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ? ചേട്ടാ ഒന്ന് കേറിയിട്ട് പോകും. രണ്ട് ഷുഗറൊക്കെ മേടിച്ചിട്ട് വന്നു നമ്മുടെ ആദ്യത്തെ കസ്റ്റമർ വന്നു. ഹൈ, വെൽക്കം ടു സ്റ്റോർ സാർ. ആവശ്യമുള്ളതെല്ലാം ഉണ്ടോ അവിടെ? എന്താണ് വേണ്ടത്? എന്താണ് വേണ്ടത്? ഷുഗറാ? അല്ല ഒന്നുമില്ല, വാങ്ങിക്കോ വാങ്ങിക്കോ, മേടിച്ചു. പുള്ളി നമ്മളെ നോക്കണ കേട്ടോ, നോക്കി പേടിപ്പിക്കണം. വെൽക്കം സാർ, വെൽക്കം. ഓക്കെ, ഇതാണ് പുള്ളി കണ്ടത്. ഓ, ക്രെഡിറ്റ് കാർഡ്. നൈസ് ഷോപ്പിംഗ് സാർ. കം അഗൈൻ സാർ. പുള്ളി മൈൻഡ് പോലും ചെയ്തില്ല. പേടി. 4 രൂപ എക്സ്ട്രാ എടുത്തോണ്ട് പോയി തേണ്ടി. ശരി ബൈ. ഇതാണ് പ്രശ്നം, നമ്മൾ നോക്കി കൊടുത്തില്ലെങ്കിൽ കാശ് അധികമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഈ കാർഡാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. കാർഡാണെങ്കിൽ സുഖം, ജസ്റ്റ് നമ്പർ അടിച്ചിട്ടാണ് കൊടുത്തത്. ഇത് നമ്മൾ കാശാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ മണി ടു റിട്ടേൺ എന്നുണ്ടോ, അത് കറക്റ്റ് നമ്മൾ കൊടുക്കണം. മാറിപ്പോയാൽ അത്ര തന്നെ. താങ്ക് യു മാം, കം അഗൈൻ. കള്ള വയസ്സായിട്ടോ കൂടുതൽ മേടിക്കണേ. അത് പിന്നെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നണം. അയ്യോ മാം, എങ്ങനെയുണ്ട് നമ്മുടെ കട? നല്ലതല്ലേ? പൊളിമോഡാണോ? അഗൈൻ മാം. സാർ, എന്താണ് സാർ കോൺസെപ്റ്റ് കിട്ട്? മീറ്റിംഗ് ഉണ്ടോ? ആടാ, ഇവിടെ ഒരു അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ശരി സാർ, ശരി. ഓക്കെ, താങ്ക് യു സാർ, കം അഗൈൻ. എൻ്റെ പൊന്നോ, കുറച്ച് കാറ്റുള്ളട്ടെ. ഒന്ന് മാറി നിൽക്കാൻ മാത്രം സമ്മതിക്കത്തില്ല. കാശ് കൂടുതലായിപ്പോയി. നീ പെട്ടെന്ന് ഈ അടിയിൽ കാണുന്നവനെ അടിച്ചുകൊണ്ട് കാർഡ് കണ്ടായത്. കാർഡാണ് നമ്പർ തെറ്റടിച്ചിട്ട് നമുക്ക് പിന്നെ ഇതാക്കാം. താങ്ക് യു സാർ, കം അഗൈൻ. വെൽക്കം മാം, വെൽക്കം. എത്രയാണ്? 60 രൂപയെ? ബൈ സാർ. കട എങ്ങനെയുണ്ട്? പുതിയ കടയാണ്, ഓഫേഴ്സൊക്കെ വരുന്നേ ഉള്ളു. ഇനിയും മേടിക്കണം അവിടെ നിന്ന്. താങ്ക് യു സാർ, കം അഗൈൻ. Thank you, ma'am. Coming in. Ma'am, you are looking so beautiful. മാമിന് ഞാൻ ഒരു കുറച്ച് കാശ് അധികം തരും. പറ്റാം. താങ്ക് യു മാം, കം അഗൈൻ. എൻ്റെ നമ്പർ വേണ്ട. Thank you sir, come again. ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ദിവസത്തെ വർക്ക് കഴിഞ്ഞ് മൊത്തം 49 പേര് വന്നേട്ടോ. ഇന്നത്തെ ബാലൻസ് 260. സൂപ്പർ, അടിപൊളി. അയ്യോ ഗൈസ്, ഇതായിരുന്നു ഡേ 1 ഓഫ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്കിനി അടുത്ത നമ്മുടെ ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വരും. നമുക്ക് ഫുള്ളൊരു ബിസിനസ് മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയുള്ളേ. ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ആരും കണ്ടിട്ടുണ്ടാവില്ല,
ഫ്യൂച്ചറിലെ എനിക്ക് കാര്യങ്ങളൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈഗോയ ബീച്ച് സൈനിങ് ഓഫ്. ബൈ.